സജീവമായിട്ട് കേരളക്കരയിൽ വളരെ സജീവമായിട്ടുണ്ട്. ഇതിനു മുമ്പ് നടന്നതായ പല ദുരന്തങ്ങൾ, നമ്മുടെ ചെറുതനയിൽ തന്നെ നടന്ന പല ദുരന്തങ്ങളോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കൂട്ടായിട്ട് വന്ന് പ്രവർത്തിപ്പാനിടയെത്തുന്നു. ഞങ്ങളുടെ ലീഡറായിരിക്കുന്നതായ ജീവൻലാൽ ഇവിടെ ഉണ്ട്. അദ്ദേഹം അല്പം തിരക്കായതുകൊണ്ടാണ് എന്നെ ഏൽപ്പിച്ചത്. പറഞ്ഞു വന്നത് ഏകദേശം 50 പേരോളം അടങ്ങുന്ന ഒരു യൂണിറ്റാണ് നമുക്ക് ഹരിപ്പാടുള്ളത്. ഫയർഫോഴ്സിന്റെ അണ്ടറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. സജീവമായി ഞങ്ങൾ പ്രവർത്തിച്ചു പോരുന്നു. ഇതിനു മുമ്പ് നടന്ന ഒരു മോക്ക് ഡ്രില്ലിലും ഞങ്ങൾക്ക് സജീവമായി പങ്കെടുക്കാൻ തക്കോണം ഇടയായി. നാളുകളിലായാലും ഞങ്ങളുടെ എല്ലാവിധമായ രാവെന്നോ പകലെന്നോ കൂടാതെ 24 hours ഞങ്ങളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. എല്ലാവിധമായ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ ഞാൻ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൂടെ ഞാൻ പറയുന്നു, ഈ പ്രളയ ദുരന്ത സമയങ്ങളിലൊക്കെ നമ്മൾ മറന്നോ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖല കൂടെ ഉണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനും ഉള്ളതായ ക്രമീകരണങ്ങൾ ഈശ്വരാധീനം കൊണ്ട് ഹരിപ്പാട് പ്രാന്തപ്രദേശങ്ങളിൽ വൈൽഡ് ആനിമൽസിനെ റെസ്ക്യൂ ചെയ്യുവാൻ വേണ്ടിയുള്ളതായ ഒരു ക്രമീകരണം നമുക്ക് ഹരിപ്പാട് മേഖലകളിലുണ്ട്. ആലപ്പുഴ ജില്ലയിലുണ്ട്, ഹരിപ്പാട് മേഖലയിലുമുണ്ട്. പാമ്പ് ഉൾപ്പെടെയുള്ളതായ എന്ത് വൈൽഡ് ആനിമൽസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം വെള്ളപ്പൊക്കമൊക്കെ വരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇപ്പൊ ചൂടാണ്, ഇപ്പൊ വെള്ളപ്പൊക്കമൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ചൂടാണ്. ഇപ്പൊ ചൂടിന്റെ സമയത്ത് നമ്മൾ കാണാത്തതായി എന്റെ ശ്രദ്ധയിലും എന്റെ ഈ 2.5 വർഷത്തെ അനുഭവത്തിലും എന്താ പറയുന്നത്, ആന, കടുവ, പുലി ഇത്രയും സാധനങ്ങൾ ഒഴിച്ച് ബാക്കി സാധനങ്ങളെല്ലാം സജീവമാണ് നമ്മുടെ നാട്ടില്. ചെറുതനയിലും നമ്മൾ ഒരു ഭീകരാന്തരീക്ഷം പരത്തുന്ന ഒരു സംഭവം ഇടയ്ക്ക് ഉണ്ടായി. പക്ഷെ അതൊന്ന് ക്യാമറ കണ്ണുകളിലൂടെ ഇങ്ങനെ ഓടി മറഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ വിധത്തിലുമുള്ളതായ സേവനങ്ങൾ പ്രത്യേകിച്ച് സിവിൽ ഡിഫൻസിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതായ കാര്യം കൂടെ വാഗ്ദാനം കൂടി നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.